നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. മണ്ണിൻ്റെ pH അല്ലെങ്കിൽ അമ്ലക്ഷാര ഗുണങ്ങൾ എങ്ങനെയാണ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നല്ല രീതിയിൽ കൃഷികൾ ചെയ്യുന്നതിനും ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നതിനുമായി മണ്ണിൻ്റെ അമ്ലത്വം പരിശോധന സാധാരണ നാട്ടിലൊക്കെ നടത്താറുണ്ട്. സാധാരണ രീതിയിൽ മണ്ണ് പരിശോധനാ കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ pH നോക്കാനുള്ള കിറ്റുകൾ ലഭ്യമാണ്. അതുമല്ലെങ്കിൽ pH മീറ്ററിൻ്റെയോ സഹായത്തോടു കൂടിയാണ് മണ്ണ് പരിശോധന നടത്താറുള്ളത്. എന്നാൽ ഇവയുടെ സഹായമൊന്നുമില്ലാതെ വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് നമ്മുടെ വീട്ടിൽ കൃഷിക്ക് ഉപയോഗിക്കുന്ന മണ്ണിൻ്റെ അമ്ലത്വവും ക്ഷാരഗുണവുമെല്ലാം എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. ഇതിനായി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ബേക്കിംഗ് സോഡയും അല്പം വിനാഗിരിയും മാത്രമാണ്. ഇങ്ങനെ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇതിൻ്റെ പേഴ്സൻറ്റേജ് അറിയാൻ സാധിക്കുകയില്ല. അതിനായിട്ട് നമുക്ക് മീറ്ററിൻ്റെയോ അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ കേന്ദ്രങ്ങളുടെ സഹായം തേടേണ്ടതായി വരും. എങ്കിൽ കൂടി വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷിയിടങ്ങളിലെല്ലാം ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എളുപ്പമാർഗമാവും. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരിക്കൽ ട്രീറ്റ് ചെയ്തെടുത്ത മണ്ണ് തന്നെയാണ്. കുമ്മായമൊക്കെ ചേർത്ത് റെഡിയാക്കിയ മണ്ണ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ചെടിച്ചട്ടിയിൽ നിന്നും ക്യാനുകളിൽ നിന്നും ശേഖരിച്ച മണ്ണാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനായി ഏകദേശം 2 ടീസ്പൂണോളം മണ്ണ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വിനെഗറും ബേക്കിംഗ് സോഡയുമാണ്. അതും ഏകദേശം 1/2 കപ്പോളമാണ് എടുത്തിരിക്കുന്നത്. എടുത്തു വച്ചിരിക്കുന്ന ഒരു സാമ്പിളിലേക്ക് നമുക്ക് വിനെഗറും മറ്റതിലേക്ക് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ അല്പം വെള്ളവും കൂടി ചേർക്കുന്നതാണ് നല്ലത്, മണ്ണുമായി അലിഞ്ഞു കിട്ടുന്നതിന് വേണ്ടി. വിനെഗർ ചേർത്ത് കൊടുത്ത സാമ്പിൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ ബബിൾസ് ഫോം ചെയ്യുന്നതായിട്ട്. ഇതിനർത്ഥം ഇവിടെ ആസിഡ് ആൽക്കലി റിയാക്ഷൻ നടന്നതായും അതിനാൽ തന്നെ ഈ സാമ്പിൾ ആൽക്കലൈൻ അല്ലെങ്കിൽ ക്ഷാര ഗുണമുള്ളത് എന്നുള്ളതുമാണ്. ഒരുപാട് കുമിളകളൊന്നും ഇവിടെ ഉണ്ടായതായി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ക്ഷാരഗുണം അധികമൊന്നുമില്ല എന്നത് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത സാമ്പിളിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡയും അല്പം വെള്ളവും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നോക്കാം. ബേക്കിംഗ് സോഡ ഇട്ട് വെച്ച സാമ്പിളിൽ വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിനർത്ഥം അവിടെ യാതൊരു തരത്തിലുള്ള ആസിഡിൻ്റെ സ്വഭാവങ്ങളും ഇല്ല ആ മണ്ണിൽ എന്നുള്ളതാണ്. 2 സാമ്പിളുകളിലും യാതൊരു പ്രവർത്തനങ്ങളും, അതായത് ബബിൾസ് ഒന്നും ഫോം ചെയ്യുന്നില്ല എങ്കിൽ അതിനെ നമുക്ക് ന്യൂട്രലായിട്ട് കണക്കാക്കുവാൻ സാധിക്കും. അതായത് pH ലെവൽ 7 എന്നർത്ഥം. മറ്റൊരു സാമ്പിളാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതും ക്യാനിൽ നിന്നെടുത്തതാണ്. ഒരു തവണ കൃഷി ചെയ്ത് ബാക്കി വന്ന മണ്ണാണിതും. ഇവിടെയും ഓരോ സാമ്പിളിലും ഞാൻ വിനെഗറും അതുപോലെ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുകയാണ്. 2 സാമ്പിളിലും ന്യൂട്രലായിട്ടാണ് റിയാക്ഷൻ കാണിക്കുന്നത്. വീണ്ടും നമുക്ക് മറ്റ് 2 സാമ്പിളുകൾ കൂടി കണ്ടു നോക്കാം. ഈ മണ്ണ് ഞാൻ പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ഇതിൽ ഒരു തരത്തിലുള്ള വളങ്ങളും ചേർത്തിട്ടില്ല. ആദ്യത്തെ സാമ്പിളുകളിൽ ചെയ്തതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും വിനെഗറും നമുക്ക് ഇതിലും ചേർത്ത് കൊടുത്ത് നോക്കാം. ഓരോ ടീസ്പൂണോളം മണ്ണെടുത്തിട്ടുണ്ട്. അതിലേക്ക് വിനെഗറും ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത സാമ്പിളിലേക്ക് അല്പം വെള്ളവും. രണ്ടാമത്തെ സാമ്പിളും എടുത്തിട്ടുണ്ട്. അതിലധികവും പൂഴിയാണുള്ളത്. നമുക്ക് നോക്കാം. ആദ്യത്തെ സാമ്പിളിൽ വിനെഗർ ഒഴിച്ചു കൊടുത്തപ്പോൾ അത് പതഞ്ഞു വരുന്നുണ്ട്. എന്നാൽ ബേക്കിംഗ് സോഡ ചേർത്തതിൽ യാതൊരു മാറ്റങ്ങളും കാണുവാൻ സാധിച്ചില്ല. രണ്ടാമത്തെ സാമ്പിളിൽ വിനെഗർ ചേർത്തതിൽ ചെറിയ ബബിൾസും ബേക്കിംഗ് സോഡ ചേർത്തതിൽ യാതൊരു മാറ്റവും കാണുവാൻ സാധിച്ചില്ല. ഈ 2 സാമ്പിളുകളിലും ആൽക്കലൈൻ സ്വഭാവമുള്ളവയായിട്ടാണ് കാണുന്നത്. എന്നാൽ അതിൻ്റെ അളവിൽ വ്യത്യാസമുള്ളതായും. കേരളത്തിലെ മണ്ണാവട്ടെ അധികവും അസിഡിറ്റി അല്ലെങ്കിൽ അമ്ലഗുണം കൂടുതലുള്ളവയായിട്ടാണ് പറയപ്പെടുന്നത്. ഇതിൽ നമുക്ക് അമ്ലത്വത്തിൻ്റെ പേഴ്സൻറ്റേജ് അനുസരിച്ച്
അത് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, കുമ്മായവും ഡോളമൈറ്റും എല്ലാം ചേർത്ത്. പൊതുവെ ചെടികൾ ഇഷ്ടപ്പെടുന്നത് pH 6.5-ഉം 7-നും ഇടയിലുള്ളതാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കുമ്മായത്തെക്കുറിച്ചും കുമ്മായത്തിൻ്റെ ഉപയോഗങ്ങൾ, ഗുണങ്ങൾ അതെല്ലാം കാണാം. pH മീറ്റർ നമ്മുടെ കൈവശമില്ലെങ്കിലും നമുക്ക് ഈ രീതിയിൽ പെർസെൻറ്റേജ് കാണാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഇത്തരത്തിൽ നമുക്ക് മണ്ണ് ടെസ്റ്റ് ചെയ്ത് അമ്ല ക്ഷാര ഗുണങ്ങൾ അറിയുവാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.